നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉത്തരം ചെയ്യാൻ പറ്റുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് പലപ്പോഴും എല്ലാവരും പറയുന്നത് ദി മോർ എന്നുള്ളതാണ്. അതിൻ്റെ ശരിക്കുള്ള പേര് അതല്ല, ദി മോർ എന്നുള്ളതല്ല. ഇത് അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇത് ഡബിൾ കമ്പാരിറ്റീവ് യൂസ് എന്നാണ്. ഡബിൾ കമ്പാരിറ്റീവ്. ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ റിസൾട്ട് ആയിരിക്കും രണ്ടാമത് പറയുന്ന വാക്യത്തിൽ ഉണ്ടാവുക. അഥവാ ആദ്യം പറയുന്ന രണ്ട് സ്വതന്ത്ര വാക്യങ്ങളെയോ രണ്ട് ക്ലോസുകളെയോ, മെയിൻ ക്ലോസോ സബോർഡിനേറ്റിംഗ് ക്ലോസോ, രണ്ട് വാക്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് വാക്യങ്ങളെയൊക്കെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് സംയോജിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ആണെങ്കിലും ക്ലോസ് ആണെങ്കിലും അതിൻ്റെ റിസൾട്ടായിരിക്കും രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ക്ലോസിലോ സെൻറ്റൻസിലോ വരുന്നത്. അതൊന്നും നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഡബിൾ കമ്പാരിറ്റീവ് യൂസ് എന്നുള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് നിങ്ങൾ പഠിക്കേണ്ടി വരിക. അതിൻ്റെ പ്രാഥമികമായ ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങളോട് പറയാം. അതൊരു വ്യവസ്ഥാപിതമായ സ്ട്രക്ചറാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എങ്കിലും പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രക്ചർ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇംഗ്ലീഷ് ഗ്രാമറിലില്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതാണ്. ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറാണ്. അത് ഇതാണ്: ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. കോമയിട്ടതിന് ശേഷം വീണ്ടും അത് തന്നെ എഴുതുക. ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. മനസ്സിലായില്ലേ? ദി പ്ലസ് ഒന്നുകൂടി പറയാം: ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്, കോമ ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ട്രാൻസ്ഫോർമേഷണൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഇത്രയും ഘടകങ്ങൾ നമുക്ക് ആ സെൻറ്റൻസിൽ നിന്ന് എടുത്താൽ മതിയാകും. ബാക്കിയൊക്കെ വിട്ടുകളയാം. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ വിട്ടുകളയുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇത് നമ്മൾ ലൈക്ലി കണ്ടീഷനുമായി വളരെ അടുത്ത ബന്ധം ഇത് പുലർത്തുന്ന രീതിയിലാണ് ഇത് ഡബിൾ കമ്പാരിറ്റീവ് യൂസിൻ്റെ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഇത് കണ്ടീഷൻ ക്ലോസും ആഡ് ക്ലോസ് കമ്പാരിസണുമായിട്ട് ഇതൊന്നും അധികം ബന്ധമൊന്നും ഇല്ല. സെപ്പറേറ്റായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലാതെ ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക ഉപയോഗമാണ്, ഒരു രൂപമാണ് എന്ന് മാത്രം മനസ്സിൽ പറയാം. എക്സാമ്പിൾ ഞാൻ പറയാം. If you go high, comma, it will get cold. If you go high, comma, it will get cold. നിങ്ങൾ ഉയരത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, എത്ര ഉയരത്തിൽ പോകുന്നു അത്രയും തണുപ്പായിരിക്കും എന്നാണ് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നിരിക്കുന്ന ഒരു ലൈക്ലി കണ്ടീഷനിലാണ് ഇതിന്, അല്ലെങ്കിൽ കണ്ടീഷൻ ക്ലോസിൻ്റെ ആദ്യത്തെ പ്രോബബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ലൈക്ലി കണ്ടീഷനിലാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്ട്രക്ചർ എന്താണ്? ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. പിന്നെ ഇഫ് യു ഗോ ഹൈ എന്ന് പറയുന്ന ആ ആദ്യ ഭാഗം നിങ്ങൾ സബോർഡിനേറ്റിംഗ് ക്ലോസ് ആണ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. ആദ്യത്തെ ആ ഭാഗം എടുക്കുക, കോമയ്ക്കുള്ളിലുള്ള ആ ഭാഗം എടുത്ത്. അപ്പോൾ ഇഫ് യു ഗോ ഹൈ, അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കാൻ പറ്റുന്നത് എന്താണ്? ഹൈ ആണ്. ഹൈ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ഹയർ. അപ്പോൾ ആദ്യം ദി എഴുതി, പിന്നെ ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ദി എഴുതിയതിന് ശേഷം ഹയർ എഴുതി. ഇനി ആ വാക്യത്തിലെ സബ്ജക്റ്റ് എന്താണ്? ഇഫ് യു ഗോ ഹൈ എന്നാണ്. അപ്പോൾ യു വെറുതെ അവിടെ കിട്ടി. ഇഫ് യു ഗോ ദ ഹയർ യു ഗോ, കോമ. ഇനി ഈഫൊന്നും നമുക്ക് ആവശ്യമില്ല, വിട്ടുകളഞ്ഞു. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോയി, അടുത്ത വാക്യത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയി, അല്ലെങ്കിൽ ക്ലോസിലേക്ക് നമ്മൾ മെയിൻ ക്ലോസിലേക്ക് നമ്മൾ പോയി. അവിടെയും നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആദ്യം ദി എഴുതി, ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി വേണം. കോൾഡ് എന്ന് പറയുന്നതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? കോൾഡർ എന്നാണ്. അപ്പോൾ ദി എഴുതി, കോൾഡ് എന്നുള്ളതിൻ്റെ കോൾഡർ എഴുതി. ഇനി വേണ്ട നമുക്ക് സബ്ജക്റ്റും വെർബുമാണ്. ദ ഹയർ യു ഗോ ദ കോൾഡർ ഇറ്റ് വിൽ ഗെറ്റ് കോൾഡ് എന്നാണ്. ഇറ്റ് വിൽ ഗെറ്റ് കോൾഡ് എന്നാണ്. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് കോൾഡ്. അപ്പോൾ ഇറ്റ് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആക്കി നമ്മൾ പറഞ്ഞു, സിമ്പിൾ ഫീച്ചറാണ് തന്നിരുന്നത്. അപ്പോൾ ഇറ്റിനോട് യോജിക്കുന്നത് എന്താണ്? വെർബിനെ ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബിനെ കൂടി സിംഗുലർ ആക്കണം. ഇറ്റ് ഗെറ്റ്സ് കോൾഡർ, സോറി ദ കോൾഡർ ഇറ്റ് ഗെറ്റ്സ്. അപ്പോൾ ഉത്തരം കിട്ടി. ദ ഹയർ യു ഗോ ദ കോൾഡർ ഇറ്റ് ഗെറ്റ്സ്. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത്.
മനസ്സിലായിക്കൊണ്ടല്ലോ. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന പാറ്റേൺ ഇല്ല, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദി ആൻസർ ആൻഡ് മാർക്ക്. ഓക്കെ, ഇനി ഞാൻ എന്താണ് ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇഫ് യു വോക്ക് ഫാസ്റ്റ് യു ക്യാൻ റീച്ച് ഏർലി. ഇഫ് യു വോക്ക് ഫാസ്റ്റ്, നിങ്ങൾ വേഗത്തിൽ നടക്കുകയാണെങ്കിൽ നേരത്തെ എത്താം. അപ്പോൾ ഫാസ്റ്റായിട്ട് നടക്കുക, വേഗത്തിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എത്താൻ പറ്റുമെന്നാണ്. പിന്നെ ആ സ്ട്രക്ചർ ഉപയോഗിച്ച് നോക്കി ആദ്യം ഇന്ത്യ എഴുതി സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എടുത്ത് അതിനകത്ത് നോക്കിയത് ഇഫ് യു വോക്ക് ഫാസ്റ്റ് എന്നാണ്. ഫസ്റ്റ് എന്നുള്ളതിൽ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ഫാസ്റ്ററാണ്. അപ്പോൾ ദ ഫാസ്റ്റർ യു വോക്ക് കോമ വീണ്ടും ഇന്ത്യ എഴുതി ഏർലി എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താ? ഏർലിയർ എന്നാണ്. ദി ഏർലിയർ യു റീച്ച്, യു ക്യാൻ റീച്ച് ഏർലി എന്നുള്ള ബാക്കിയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രമാണ് നമ്മൾ വാക്യത്തിൽ നിന്ന് എഴുതിയത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ ഈസിയാണ്, സിമ്പിളാണ്. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഈസിയായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും, എഴുതാൻ പറ്റും. മറക്കണ്ട, ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് കോമ ദി പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ ആ മാർക്ക് ചിലപ്പോൾ കണ്ടീഷൻ ഇപ്പോൾ ചിലപ്പോൾ എന്താണ് അത് ക്ലോസ് കംപ്ലീഷൻ ആയിരിക്കും. ഒരു ഭാഗം തന്നിട്ട് മറ്റൊന്ന് നിങ്ങളോട് എഴുതാനായിരിക്കും പറയുക. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഹാർഡായിട്ട് ജോലി ചെയ്താൽ എന്തായിരിക്കും, പെട്ടെന്ന് നിങ്ങൾ ക്ഷീണിക്കും അല്ലേ? അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ നേരത്തെ പുറപ്പെട്ടാലും നിങ്ങൾ നേരത്തെ എത്തും. അപ്പോൾ ദി ഏർലിയർ യു അല്ലെങ്കിൽ നേരത്തെ ആരംഭിച്ച ഏർലിയർ യു സ്റ്റാർട്ട് ദ ഏർലിയർ യു റീച്ച് ഓർ ദി ഏർലിയർ യു ഫിനിഷ്. ഇപ്പം ഇമാതിരി എക്സാമ്പിൾസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്, ഈസിയായി പഠിക്കാവുന്നതാണ്. എക്സാമ്പിൾസ് എത്ര വന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ ഈ സ്ട്രക്ചർ സൂക്ഷിച്ച് വെക്കുക. സിമ്പിളാണ്. സംസാരിച്ച് തുടങ്ങുന്നവർക്കും ഭാഷ എഴുതി തുടങ്ങുന്നവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു സിമ്പിൾ എന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നു. നിങ്ങൾക്കത് പ്രയാസം തോന്നുമെങ്കിൽ അതുകൊണ്ട് പറഞ്ഞാൽ മതി, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജോസ്.